ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലാഷ് എ ഡി സിനെ പറ്റിയിട്ടാണ്. സോ ഫ്ലാഷ് എ ഡി സി ഇതിന് നമ്മൾ മുമ്പ് പഠിച്ച കൗണ്ടർ ടൈപ്പ് എ ഡി സി ആയാലും സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് എ ഡി സിനേക്കാളും ഇനി ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ഏത് എ ഡി സിനേക്കാളും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് എ ഡി സി ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഫ്ലാഷ് എ ഡി സി ആണ്. ഓക്കെ, സോ ഫ്ലാഷ് എ ഡി സി ഇസ് ദ ഫാസ്റ്റസ്റ്റ് എമംഗ് ഓൾ ദ എ ഡി സിസ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ക്ലോക്ക് സൈക്കിൾ, ഇറ്റ് നീഡ്സ് ഓൺലി 1 ക്ലോക്ക് സൈക്കിൾ ടു കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ദ ഗിവൺ അനലോഗ് ഡാറ്റ. തന്നിരിക്കുന്ന അനലോഗ് ഡാറ്റനെ മുഴുവനായിട്ട് ഡിജിറ്റലായിട്ട് ഒരു ക്ലോക്ക് സൈക്കിളിൽ ഫ്ലാഷ് എ ഡി സി കൺവേർട്ട് ചെയ്ത് തരും. ഓക്കെ, ഇനി നമുക്ക് കമ്പോണൻസ് ഓഫ് ഫ്ലാഷ് എ ഡി സി നോക്കാം. കമ്പോണൻസ് ഓഫ് ഫ്ലാഷ് എ ഡി സി എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കമ്പോണൻസ് ആണ് ആവശ്യമുള്ളത്. കമ്പറേറ്റർ വേണം, ഹൈ സ്പീഡ് കമ്പറേറ്റർ വേണം, ഒരു റെസിസ്റ്റീവ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും, റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു പ്രയോറിറ്റി എൻകോഡർ വേണം. സോ ഇതൊക്കെ നമ്മൾ എൻ ബിറ്റ് എ ഡി സിയുടെ കേസിലാണ് എടുക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ ടേക്കിംഗ് എൻ എൻ ബിറ്റ് എ ഡി സി എത്ര കമ്പറേറ്റർ ആയിരിക്കും വേണ്ടി വരുന്നത്? 2n-1 കമ്പറേറ്റേഴ്സ് വേണം, 2n റെസിസ്റ്റേഴ്സ് വേണം, 1 എൻകോഡർ വേണം. എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ എൻ ബിറ്റിന് പകരം 3 ബിറ്റ് എ ഡി സി ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എത്ര കമ്പറേറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യണം? 2⁻3-1 കമ്പറേറ്റർ കണക്ട് ചെയ്യണം. 2⁻3-1 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ് അല്ലെ. അപ്പൊ 7 കമ്പറേറ്റർ നമ്മുടെ സർക്യൂട്ടിൽ വരും. ഇനി എത്ര റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും? ദാറ്റ് ഈസ് 2n. ഇവിടെ n എന്താണ്? 3 ആണ്. സോ 2⁻3 കറസ്പോണ്ടിങ് 8 റെസിസ്റ്റേഴ്സ് വേണ്ടി വരും നമ്മുടെ സ്ട്രക്ചറിൽ. ഒരു പ്രയോറിറ്റി എൻകോഡർ വേണ്ടി വരും. ഈ രീതിയിലായിരിക്കും നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യേണ്ടി വരിക. നമുക്കിവിടെ ഒരു 3 ബിറ്റ് എ ഡി സിനെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ട് അതിന്റെ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഞാൻ 3 ബിറ്റ് എ ഡി സി ആണ് എടുത്തിരിക്കുന്നത്. 3 ബിറ്റ് എ ഡി സിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എത്ര കമ്പറേറ്റേഴ്സ് ആണ് പറഞ്ഞത്? 7 കമ്പറേറ്റേഴ്സും 8 റെസിസ്റ്റേഴ്സും. ഇവിടെ 7 കമ്പറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 8 റെസിസ്റ്റേഴ്സും നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രയോറിറ്റി എൻകോഡറും. ഈ രീതിയിലാണ് ഫ്ലാഷ് എ ഡി സിയുടെ സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ കണക്ഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് കമ്പറേറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലോട്ടാണ്. കമ്പറേറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലോട്ടാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നെഗറ്റീവ് ടെർമിനലിലേക്ക്, കമ്പറേറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തേക്കേണ്ടത് എന്താണ്? റെഫറൻസ് വോൾട്ടേജ് ആണ്. പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇൻപുട്ട് വോൾട്ടേജും പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇൻപുട്ട് വോൾട്ടേജും നെഗറ്റീവ് ടെർമിനലിലേക്ക് റെഫറൻസ് വോൾട്ടേജും ആണ് ഇവിടെ കണക്ഷൻ പോയിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വി റെഫറൻസ് കൊടുത്തിരിക്കുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ, റെസിസ്റ്റീവ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ കൂടിയാണ് അല്ലെ. ഈ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വെച്ചിട്ടാണ് വി റെഫറൻസ് ഓരോ കമ്പറേറ്റേഴ്സിനും കൊടുത്തിരിക്കുന്നത്. സോ ഓരോ കമ്പറേറ്റേഴ്സിനും കിട്ടുന്ന വി റെഫറൻസ് വാല്യൂ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ പവർ കമ്പറേറ്റേഴ്സ് ഉണ്ട്. കമ്പറേറ്റേഴ്സ് ഇപ്പൊ 3 ബിറ്റ് എ ഡി സി ആണ് ഞാൻ കൺസിഡർ, ഫ്ലാഷ് എ ഡി സി ആയതുകൊണ്ട് 7 കമ്പറേറ്റേഴ്സ് വെച്ചു, 8 റെസിസ്റ്റേഴ്സ് വെച്ചു, ഒരു പ്രയോറിറ്റി എൻകോഡർ വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഇൻപുട്ട് കൊടുക്കുന്നത് ഓക്കെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് പ്ലസ് ടെർമിനലിലോട്ടാണ്. റെഫറൻസ് വോൾട്ടേജ് ആണ് ഇൻവേർട്ടിംഗ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലിലോട്ട് കൊടുക്കുന്നത്. ഇനി ഈ വി റെഫറൻസ് കൊടുത്തിരിക്കുന്നതിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഓരോ കമ്പറേറ്ററിനും കിട്ടുന്നത് ഡിഫറെന്റ് വി റെഫറൻസ് വോൾട്ടേജ് ആണ്. കാരണം ഇവിടെ വി റെഫറൻസ് ഒരു വോൾട്ടേജ് ഡിവൈഡർ, റെസിസ്റ്റീവ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വഴിയാണ് ഓരോ എന്തിനും കിട്ടിക്കൊടുത്തിരിക്കുന്നത്, ഓരോ കമ്പറേറ്റേഴ്സിനും കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം, ഓരോ കമ്പറേറ്ററിനും 1 തൊട്ട് 7 വരെ കമ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 7 കമ്പറേറ്റേഴ്സിന് കിട്ടുന്ന വി റെഫറൻസ് വാല്യൂ എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് കമ്പറേറ്റർ നോക്കുക. ഫസ്റ്റ് കമ്പറേറ്ററിന്റെ കിട്ടുന്ന വി റെഫറൻസ് വാല്യൂന് ഇവിടെ V1 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് വിൽ ബി അക്കോർഡിംഗ് ടു വോൾട്ടേജ് ഡിവൈഡർ റൂൾ, എന്ത് വോൾട്ടേജ് ആയിരിക്കും വി റെഫറൻസിന് ഇവിടെ കിട്ടുന്നുണ്ടാവുക? V1 വാല്യൂ വിൽ ബി ഈക്വൽ ടു V1 വിൽ ബി എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? വി റെഫറൻസ് ഇൻറ്റു ഇവിടെ ഒരു റെസിസ്റ്റർ അല്ലെ, R/8R. ടോട്ടൽ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 8 റെസിസ്റ്റേഴ്സ്. സോ R/ ഒരെണ്ണം, ഇയാൾക്കുള്ള ഒരെണ്ണം ടോട്ടൽ എത്ര ഉണ്ട്? 8R. ഇതിൽ ആറും ക്യാൻസൽ ആയി പോയാൽ പിന്നെ എന്താ ഉള്ളത്? വി റെഫറൻസ് ബൈ 8. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന V1 വോൾട്ടേജ് എന്തായിരിക്കും? വി റെഫറൻസ് ബൈ 8 ആയിരിക്കും. അപ്പൊ ഇവിടെ ഇനി V2 കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? വി റെഫറൻസ് ഇൻറ്റു എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 2 റെസിസ്റ്റേഴ്സ് അല്ലെ. സോ 2R ബൈ ടോട്ടൽ 8R റെസിസ്റ്റേഴ്സ്. അവസാനം നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2 V reference by 8.
അതുപോലെ V3 ആണെങ്കിൽ 3 V റെഫറൻസ് ബൈ 8, V7 ആണെങ്കിൽ 7 V റെഫറൻസ് ബൈ 8. ഇതായിരിക്കും നമുക്ക് ഈ കറസ്പോണ്ടിങ് പോയിന്റ്സിൽ കിട്ടുന്ന വോൾട്ടേജസ്. ഇനി ഇവിടെ നമ്മുടെ കമ്പറേറ്റേഴ്സ് ഉണ്ട്. കമ്പറേറ്റേഴ്സിന്റെ പർപ്പസ് എന്താണ്? കമ്പറേറ്റേഴ്സ് അതിന് കിട്ടുന്ന രണ്ട് വോൾട്ടേജിനെയും കമ്പയർ ചെയ്യും. എങ്ങനെയായിരിക്കും അവിടെ കമ്പാരിസൺ നടക്കുന്നുണ്ടാവുക? When Vin is greater than V reference, comparator output will be 1. എപ്പോഴാണോ ഇൻപുട്ട് വോൾട്ടേജ് വലുതും റെഫറൻസ് വോൾട്ടേജ് ചെറുതുമാവുന്നത് ആ സമയത്ത് ആ കറസ്പോണ്ടിങ് കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എപ്പോഴാണോ Vin വോൾട്ടേജ് ചെറുതും V റെഫറൻസ് വോൾട്ടേജ് വലുതുമാകുന്നത് when Vin is less than V reference, ആ സാഹചര്യങ്ങളിലൊക്കെ കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ കമ്പാരേറ്റേഴ്സിന്റെ ഔട്ട്പുട്ട് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു പ്രയോറിറ്റി എൻകോഡറിലേക്കാണ്. ഇനി നമുക്ക് എന്താണ് ഒരു പ്രയോറിറ്റി എൻകോഡർ എന്ന് നോക്കാം. ഒരു എൻകോഡറിന് n ഔട്ട്പുട്ട്സ് ആണെങ്കിൽ 2 to the power n ഇൻപുട്ട്സ് വേണം. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് എത്ര ഇൻപുട്ട്സ് ആണുള്ളത്? 3 ഇൻപുട്ട്സ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്? n ഔട്ട്പുട്ട്സ് ആണെങ്കിൽ 2 to the power n ഇൻപുട്ട്സ് വേണം. ഈ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 3 ഔട്ട്പുട്ട് ഉള്ളതാണ്. അപ്പൊ n എന്താണ്? 3 ആണ്. 3 ഔട്ട്പുട്ട് ഉള്ളതാണെങ്കിൽ എത്ര ഇൻപുട്ട് വേണം? 2 to the power n, that is 2 to the power 3, that is 8 ഇൻപുട്ട് ലൈൻസ് വേണം. ഇവിടെ നോക്കി നോക്കൂ, D0 to D7 വരെ എത്ര ഇൻപുട്ട് ലൈൻസ് ഉണ്ട്? ആകെ മൊത്തം 8 ഇൻപുട്ട് ലൈൻസ്. അപ്പൊ മൊത്തം 3 ഔട്ട്പുട്ട് ഉള്ള ഒരു എൻകോഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇൻപുട്ട് വേണം? 8 ഇൻപുട്ട് ഉള്ള ഒരു എൻകോഡർ വേണം. ഓക്കെ, അത് മാത്രമല്ല ഒരു എൻകോഡറിൽ ഒരു ഇൻപുട്ട് മാത്രമാണ് ഒരു സമയത്ത് ഹൈ ആവുന്നത്. ഏത് ഇൻപുട്ടാണോ ഹൈ ആവുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ട് ബിറ്റ്സിൽ കിട്ടുന്നുണ്ടായിരിക്കുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിലത്തെ തേർഡ് ഇൻപുട്ട് D2 ആണ് ഹൈ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഈ D2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇതാണ് D2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് വാല്യൂ അല്ലെ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വാല്യൂ ദാറ്റ് ഈസ് 0, 1, 0 അതായിരിക്കും നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി സപ്പോസ് ഒരു ഇൻപുട്ടിന് പകരം മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ഹൈ ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ പ്രയോറിറ്റി തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ പ്രയോറിറ്റി എൻകോഡർ യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഒന്നിലധികം ഇൻപുട്സ് എറ്റ് എ ടൈം ഹൈ ആയി കഴിഞ്ഞാൽ ഏതിന് ആദ്യം പ്രയോറിറ്റി കൊടുത്ത് ഉള്ളിലേക്ക് ഔട്ട്പുട്ട് കടത്തി വിടണം എന്നുള്ളത് തീരുമാനിക്കാനാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു പ്രയോറിറ്റി എൻകോഡർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു എൻകോഡറിൽ നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ പ്രയോറിറ്റി നമുക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഞാൻ ഡിസൈൻ ചെയ്തതിനനുസരിച്ചിട്ട് ഈ D0 ഫസ്റ്റ് ഇൻപുട്ടിന് ലീസ്റ്റ് പ്രയോറിറ്റിയും ലാസ്റ്റ് ഇൻപുട്ടിന് ഹൈ പ്രയോറിറ്റി ആയിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഫസ്റ്റ് ബിറ്റിന് ആണ് നമ്മൾ ലോവസ്റ്റ് പ്രയോറിറ്റിയും ഏറ്റവും അവസാനത്തെ ലൈനിനാണ് നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റിയും കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ സപ്പോസ് ഫസ്റ്റ് 3 ബിറ്റ്സ് 3 ലൈനിലുള്ള ഡാറ്റ ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്സ് ഹൈ ആയി കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി വൈസ് ആർക്കാണ് കൂടുതൽ പ്രയോറിറ്റി? താഴെന്നാണ് അല്ലേ പ്രയോറിറ്റി കൂടി വരുന്നത്. അപ്പൊ ഹയസ്റ്റ് പ്രയോറിറ്റി ആദ്യം ആർക്കായിരിക്കും? D2നായിരിക്കും. അപ്പൊ ആദ്യത്തെ ആൻഡ് ഔട്ട്പുട്ട് നമുക്ക് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും? D2 തേർഡ് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ആദ്യം ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. തേർഡ് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ആദ്യം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. പിന്നെ എന്ത് കിട്ടും? D1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. നെക്സ്റ്റ് D0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് പ്രയോറിറ്റി എൻകോഡറിൽ കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി പാരലൽ ADC, ഫ്ലാഷ് ADCയുടെ മറ്റൊരു പേരാണ് പാരലൽ ADC. ഇതിന്റെ സർക്യൂട്ടിൽ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് എല്ലാം കൂടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു V റെഫറൻസ് വാല്യൂം ഇൻപുട്ട് വോൾട്ടേജ് വാല്യൂം അസ്യൂം ചെയ്തിട്ടുണ്ട്. ലെറ്റ് അസ്യൂം V റെഫറൻസ് ഈസ് 8 വോൾട്ട് ആൻഡ് Vin ഈസ് 3 വോൾട്ട്. അപ്പൊ V റെഫറൻസ് ഞാൻ എത്രയായിട്ട് കണക്കാക്കാണ്? 8 വോൾട്ടും Vin 3 വോൾട്ടും ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Vin 3 വോൾട്ട് ആണെന്ന് പറഞ്ഞു. V റെഫറൻസ് 8 വോൾട്ട് ആണെങ്കിൽ ഈ ഓരോ റെഫറൻസ് പോയിന്റിലും കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? V1 വിൽ ബി ഈക്വൽ ടു V റെഫറൻസ് ബൈ 8 ആണ് അല്ലെ. V റെഫറൻസ് നമ്മൾ ഇവിടെ എത്രയാണ് എടുത്തിരിക്കുന്നത്? 8 ആണ്. സോ 8/8 നമുക്ക് എത്ര കിട്ടും? V1ന്റെ അവിടെ എത്ര വോൾട്ട് കിട്ടും? 1 വോൾട്ട് ആണ് കിട്ടുക. ഇവിടെ എന്ത് വരും? ഇവിടെ
2 into 8/8 വരുന്ന സമയത്ത് ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി എത്ര വരും? 2 വോൾട്ട് കിട്ടും. സോ ഈ പോയിന്റ് ഈ V2ന്റെ അവിടെ നമുക്ക് എത്ര വോൾട്ട് കിട്ടും? 2 വോൾട്ട്. അതുപോലെ V3യുടെ അവിടെ 3 വോൾട്ട് കിട്ടും. V7ന്റെ അവിടെ 7 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ നമ്മുടെ V1ന്റെ അവിടെ 1 വോൾട്ട് അപ് ടു V7ന്റെ അവിടെ 7 വോൾട്ട് വരെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻപുട്ടിൽ എല്ലാത്തിന്റെയും ഇൻപുട്ട് Vനായിട്ട് 3 വോൾട്ട് പോയിട്ടുണ്ട്. കമ്പറേറ്റർ ഇനി എന്ത് ചെയ്യും? ഇതിനെ കമ്പയർ ചെയ്യും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴാണോ Vin ഗ്രേറ്റർ ആവുന്നത് ആ കേസസിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഓഫ് ദ കമ്പറേറ്റർ എന്തായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഫസ്റ്റ് കേസ് നോക്കുക. ഇവിടെ V റെഫറൻസ് ആണ് എന്ത്? V റെഫറൻസ് 7, Vin 3 ആണ്. ഇത് Vin ചെറുതാണ്. അപ്പോൾ ഇവിടെ ലോജിക് 0 ആണ് അല്ലെ. എഗെയിൻ ഏതൊക്കെ കേസിൽ മാത്രമാണ് നമുക്ക് കമ്പറേറ്ററിന് 1 കിട്ടുക? ഇവിടെ 3 വോൾട്ട് ആണ് ഇൻപുട്ട് വോൾട്ടേജ്. റെഫറൻസ് വോൾട്ടേജ് എത്രയാണ്? 1 ആണ്. സോ ഈ കേസിൽ 1 കിട്ടും. ഇവിടെ 3, 2 ആണ്. റെഫറൻസ് വോൾട്ടേജ് കുറവാണ്. ഇവിടെ ഔട്ട്പുട്ട് 1 കിട്ടും. ഇവിടെ റെഫറൻസ് വോൾട്ടേജ് രണ്ടും ഈക്വൽ ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ഈ കേസിൽ 1 കിട്ടും. ഇവിടെയൊക്കെ റെഫറൻസ് വോൾട്ടേജ് കൂടുതലാണ്, ഇൻപുട്ട് വോൾട്ടേജ് കുറവാണ്. അതുകൊണ്ട് ഈ എല്ലാ കേസിലും കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങനെ കിട്ടിയ എല്ലാ കമ്പറേറ്റേഴ്സിന്റെ ഔട്ട്പുട്ടും നമ്മളൊരു പ്രയോറിറ്റി എൻകോഡറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രയോറിറ്റി എൻകോഡറിൽ നമ്മളൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. സോ ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്തതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഏത് രീതിയിലാണ്? ഇപ്പൊ ഞാനിവിടെ സെറ്റ് ചെയ്യാണ് പ്രയോറിറ്റി. ഇവിടെ ഹൈ പ്രയോറിറ്റിയും അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ലോ പ്രയോറിറ്റി ആണ് കിട്ടുന്നത് വിചാരിക്കുക. ഇവിടെ നമുക്ക് എന്താണ് 3 കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട്സ് ഹൈ ആയിട്ടുണ്ട് അറ്റ് എ ടൈം. അപ്പൊ ഹൈയസ്റ്റ് പ്രയോറിറ്റി കേസിൽ ആർക്കാണ് വരിക? നമ്മുടെ ഫസ്റ്റ് കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ വരിക. അടുത്ത പ്രയോറിറ്റി ആർക്കായിരിക്കും? അടുത്ത സെക്കൻഡ് ഹയസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. തേർഡ് കമ്പറേറ്ററിനായിരിക്കും തേർഡ് പ്രയോറിറ്റി വരുന്നുണ്ടാവുക. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് കമ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. പിന്നെ സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. തേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിവിടെ പ്രയോറിറ്റി എൻകോഡറിലൂടെ കിട്ടുന്നുണ്ടായിരിക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്ലാഷ് ADC അല്ലെങ്കിൽ പാരലൽ ADC വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺവേർഷൻ പ്രോസസ്സിൽ ത്രൂ ഔട്ട് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് അനലോഗ് വോൾട്ടേജ് വി ആർ ഗിവിംഗ്, ഇൻപുട്ട് അനലോഗ് വോൾട്ടേജും റെഫറൻസ് വോൾട്ടേജും എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. സോ എൻ്റെ കൺവേർഷൻ പ്രോസസ്സ് കഴിയുന്നവരെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. V റെഫറൻസും Viനും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫ്ലാഷ് ADCയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ADCs ആണ് എന്ത്? ഫ്ലാഷ് ADC അല്ലെങ്കിൽ പാരലൽ ADC എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് യൂസ്ഫുൾ വിത്ത് ലാർജ് ബാൻഡ് വിത്ത് ഇൻപുട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നല്ലോണം പവർ കൺസംഷൻ ഉണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് ബിറ്റ്സിനനുസരിച്ച് കമ്പറേറ്റേഴ്സിന്റെ എണ്ണം അവിടെ കൂട്ടേണ്ടി വരും, റെസിസ്റ്റേഴ്സിന്റെ എണ്ണം കൂട്ടേണ്ടി വരും. സൈസ് ഓഫ് ദ സ്ട്രക്ചർ കൂടുന്നതിനനുസരിച്ച് അവിടെ പവർ കൺസംഷനും ഒരുപാട് പോവും. ലിമിറ്റഡ് റെസൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഈ കമ്പറേറ്റേഴ്സിന്റെ സൈസ് കൂടുമ്പോൾ മൊത്തം സെറ്റ് ഫ്ലാഷ് ADCയുടെ ലാർജ് സൈസ് കൂടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു 8 ബിറ്റ് ADC ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ മൊത്തം ആ അനലോഗ് ഡിജിറ്റൽ ഓപ്പറേഷൻ കൺവേർഷന് വേണ്ടിയിട്ട് നമുക്ക് ആകെ മൊത്തം 255 കമ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. സോ സൈസ് അത്രയും കൂടും. സോ ഇങ്ങനെ കമ്പറേറ്റേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ തന്നെ നമുക്കിവിടെ ഹൈ ആക്യുറേറ്റ് മാച്ചിങ് നെറ്റ്വർക്കും അതിനനുസരിച്ച് അവിടെ സെറ്റ് ചെയ്യേണ്ടി വരും. ഓൾ ടുഗെദർ പവർ കൺസംഷൻ ഒരുപാട് ഈ ഒരു ഫ്ലാഷ് ADC എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ആണ്. ഫ്ലാഷ് ADC എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം, റഡാർ പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓസിലോസ്കോപ്പിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ദ നമ്മുടെ ഫ്ലാഷ് ADC എന്ന് പറയുന്നത്. ഫ്ലാഷ് ADC അല്ലെങ്കിൽ നമ്മുടെ പാരലൽ ADC വൺ ഓഫ് ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ADCs among all ADCs ആണ് എന്ത്? നമ്മുടെ ഫ്ലാഷ് ADC എന്ന് പറയുന്നത്.